ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആൻജിയോസ്പേം മോർഫോളജിയിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് എന്ത് തലാമസ്, അതിലെ ഫ്ലോറൽ ഓർഗൻസിൻ്റെ പൊസിഷനും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഗൈനീഷ്യത്തിനെ റിലേറ്റ് ചെയ്തിട്ട് ഓരോ ഫ്ലോറൽ ഓർഗൻസിൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ പലതരത്തിലുള്ള പൊസിഷൻസ് ഉണ്ട് അല്ലേ. തലാമസിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറൽ പാർട്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, ആ തലാമസുമായിട്ട് ചേർന്നിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ ഫ്ലവറിലും എന്തായിരിക്കും, പലതരത്തിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഗൈനീഷ്യം വെച്ച് നോക്കുമ്പോൾ മറ്റ് ഫ്ലോറൽ ഓർഗൻസിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് മൂന്ന് രീതിയിൽ പറയാം, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹൈപ്പോഗൈനസ് ഫ്ലവർ, എപ്പിഗൈനസ് ഫ്ലവർ, പെരിഗൈനസ് ഫ്ലവർ. അങ്ങനെ 3 ടൈപ്പ് ഫ്ലവേഴ്സ് ആയിട്ട് പറയാം. എങ്ങനെ? നമ്മുടെ ഗൈനീഷ്യത്തിൻ്റെയും മറ്റ് ഫ്ലോറൽ പാർട്സിൻ്റെയും അറേഞ്ച്മെൻറ്റിനും വെച്ചിട്ട്. ഓക്കെ, ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലാമസ് എന്ന് പറയുന്നത് കോൺവെക്സ് അല്ലെങ്കിൽ കോണിക്കൽ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടാണ്. കോൺവെക്സ് ആണ്, കോണിക്കൽ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള തലാമസ് ആണ് ഇതിനുണ്ടാവുക. ഇതിൽ ഓവറിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് സുപ്പീരിയർ ആയിരിക്കും. ഇത് കാണുന്നത് നമ്മുടെ ഹിബിസ്കസ്, അലമാൻഡയിലൊക്കെയാണ് ഈ ഒരു ഹൈപ്പോഗൈനസ് ഫ്ലവർ കാണുന്നത്. ഹൈപ്പോഗൈനി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ബിലോ ഗൈനീഷ്യം എന്നാണ്. ബിലോ ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോറൽ പാർട്സ്, അതായത് നമ്മുടെ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, അതൊക്കെ എന്താണ്, ഗൈനീഷ്യത്തിൻ്റെ താഴെയായിട്ടാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗൈനീഷ്യം എന്ന് പറയുന്നത് തലാമസിൻ്റെ ടോപ്പ് ആയിട്ടുള്ള പൊസിഷനിലും ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സും അതിന് താഴെയായിട്ടാണ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവുക. തലാമസിൻ്റെ ഏറ്റവും ടോപ്പിലും ഗൈനീഷ്യം, ആ ഗൈനീഷ്യത്തിൻ്റെ താഴെയായിട്ടായിരിക്കും മറ്റുള്ള ഫ്ലോറൽ ഓർഗൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഫ്ലോറൽ പാർട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഗൈനീഷ്യത്തിൻ്റെ താഴെയായിരിക്കും എന്തുണ്ടാവുക, ആൻഡ്രീഷ്യം, അതുപോലെ തന്നെ കാലിക്സ്, കൊറോളയൊക്കെ ഗൈനീഷ്യത്തിന് താഴെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് ആ ഒരു ഫിഗർ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഫ്ലവർ, ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ്, ഇതാണ് അതിൻ്റെ തലാമസ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റക്കിൾ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇവിടെ ഗൈനീഷ്യം ആണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. ഗൈനീഷ്യത്തിൻ്റെ താഴെ നിന്നാണ് എന്തൊക്കെ ഒറിജിൻ ചെയ്യുന്നത്, നമ്മുടെ ആന്തറും അതുപോലെ തന്നെ പെറ്റലും അതേപോലെ സെപ്പലൊക്കെ ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഈ ഗൈനീഷ്യത്തിൻ്റെ താഴെ നിന്നാണ്. ഓക്കെ, അതാണ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ്. ഇനി നെക്സ്റ്റ് കാറ്റഗറി വരുമ്പം എപ്പിഗൈനി എന്ന് പറഞ്ഞാൽ എബവ് ഗൈനീഷ്യത്തിൻ്റെ മേലെ. അപ്പം നമ്മൾ നേരത്തെ ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എപ്പിഗൈനസ് എന്ന് പറയുന്നത്. അതായത് ഗൈനീഷ്യത്തിൻ്റെ മേലെയാണ് ഫ്ലോറൽ പാർട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എല്ലാ ഫ്ലോറൽ പാർട്ടുകളും arrangement of floral parts with calyx, corolla, androecium above the level of gynecium. ഗൈനീഷ്യത്തിൻ്റെ മേലെയാണ് എന്തൊക്കെ കാണാം, നമ്മുടെ കാലിക്സും കൊറോളയും അതുപോലെ തന്നെ ആൻഡ്രീഷ്യം എല്ലാം ഗൈനീഷ്യത്തിൻ്റെ മേലെ ആയിരിക്കും. എബവ് ഗൈനീഷ്യം, ബിലോ ഗൈനീഷ്യം ആണ് ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ബിലോ ഗൈനീഷ്യം, എപ്പി എന്ന് പറഞ്ഞാൽ എബവ് ഗൈനീഷ്യം. അപ്പോൾ ഇതിൽ എപ്പിഗൈനസ് ആയിട്ടുള്ള ഫ്ലവറിൽ ഓവറി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫീരിയർ ആയിരിക്കും. നേരത്തെ ഓവറി എന്തായിരുന്നു, സുപ്പീരിയർ ആയിരുന്നു. എപ്പിഗൈനസ് ഫ്ലവർ ആകുമ്പം ഓവറി എന്ന് പറയുന്നത് ഇൻഫീരിയർ ആയിരിക്കും. തലാമസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഡീപ്പ് ആയിട്ടുള്ള ഒരു ഹോളോ കപ്പ് പോലെ ആയിരിക്കും. തലാമസ് എന്ന് പറയുന്നത് ഒരു കപ്പ് പോലെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക, ഓവറി ഉണ്ടാവുക. പിന്നെ ആ തലാമസിൻ്റെ മേലെയാണ് എന്തുണ്ടാവുക, നമ്മുടെ ബാക്കിയുള്ള കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവാം. തലാമസ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഓവറിനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലോറൽ വേൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, തലാമസിൻ്റെ ആ ഒരു റിമ്മെന്നാണ് ബാക്കിയുള്ള ഫ്ലോറൽ വേൾസ്, അതായത് നമ്മളെ കാലിക്സും കൊറോളയൊക്കെ ആ ഒരു തലാമസിൻ്റെ റിമ്മെന്നാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ ട്രൈഡാക്സ് ആപ്പിളൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി എപ്പിഗൈനസ് ആയിട്ടുള്ള ഫ്ലവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസപ്റ്റക്കിൾ എന്ന് പറയുന്നത് എന്താണ്, റിസപ്റ്റക്കിൾ അല്ലെങ്കിൽ നമ്മുടെ തലാമസ് എന്ന് പറയുന്ന ഒരു കപ്പ് പോലെ ഫോം ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓവറി കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൈനീഷ്യം കംപ്ലീറ്റ് ആയിട്ട് ഇമ്മേഴ്സ്ഡ് ആയിരിക്കും, അതായത് എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് ഒക്കെ നമ്മുടെ തലാമസിൻ്റെ റിമ്മിലാണ് കാണുന്നത്. അതാ ഇവിടെ കാലിക്സ്, അതുപോലെ അതിൻ്റെ കൊറോള, അതിൻ്റെ ആൻഡ്രീഷ്യം ഒക്കെ എന്താണ്, റിമ്മിലാണ് കാണുന്നത്. നമ്മുടെ തലാമസിൻ്റെ റിമ്മിലാണ് കാണുന്നത്, കാലിക്സും കൊറോളയും ഒക്കെ കാണുന്നത്. നമ്മുടെ ഓവറി എന്ന് പറയുന്നത് ഈ ഒരു
ഡീപ്പായിട്ടുള്ള ഹോളോ കപ്പായിട്ടുള്ള തലാമസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും കാണുന്നുണ്ടാവും. അതാണ് എപ്പിഗൈനസ് ഫ്ലവേഴ്സ്. ഇൻഫീരിയർ ആകും, ഓവറി ഇൻഫീരിയർ ആയിരിക്കും. ഓവറി എന്ന് പറയുന്നത് എന്താണ്, ഗൈനീഷ്യത്തിൻ്റെ മേലെന്നാണ് ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗൈനീഷ്യത്തിൻ്റെ മേലെയാണ്, ഗൈനീഷ്യം താഴെയാണ്, അപ്പോൾ ഇൻഫീരിയർ ആണ്. ഓക്കെ, അതാണ് എന്താ എപ്പിഗൈനസ് ഫ്ലവർ. ഇനി എപ്പിഗൈനസ് ഫ്ലവർ കഴിഞ്ഞാൽ പെരിഗൈനസ് ഫ്ലവർ. ഇപ്പോൾ നമ്മൾ സുപ്പീരിയർ ആയിട്ടുള്ള ഓവറിൻ്റെ കേസ് പറഞ്ഞു, ഇൻഫീരിയർ ആയിട്ടുള്ള ഓവറിൻ്റെ കേസ് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻഫീരിയർ ഹാഫ് സുപ്പീരിയർ ആയിട്ടുള്ള ഓവറിയുടെ കാര്യമാണ് പറയുന്നത്. പെരിഗൈനി എന്ന് പറഞ്ഞാൽ എന്താണ്, എറൗണ്ട് ഗൈനീഷ്യം, ഗൈനീഷ്യത്തിന് ചുറ്റും. ഈ ഫ്ലോറൽ പാർട്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പെരിഗൈനി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗൈനീഷ്യത്തിന് ചുറ്റുമായിട്ടാണ് ഈ ഫ്ലോറൽ പാർട്ടുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗൈനീഷ്യം എന്ന് പറയുന്നത് തലാമസിൻ്റെ സെൻറ്ററിലായിരിക്കും ഉണ്ടാവും. അതെന്ന് പറയുന്നത് എന്താണ്, ഫ്ലോറൽ പാർട്സ് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്യുന്നത് എവിടെയാണ്, ആ തലാമസിൻ്റെ മാർജിനിൽ നിന്നാണ് ഫ്ലോറൽ വേൾസ് എന്താണ് ആ ഒരു ഫ്ലോറൽ വേൾസ് എന്ന് പറയുന്നത് തലാമസിൻ്റെ മാർജിനിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. പെരിഗൈനസ് ഫ്ലവേഴ്സിലെ ഓവറി എന്ന് പറയുന്നത് ഹാഫ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ ആയിരിക്കും. ഇതിൻ്റെ തലാമസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷാലോ കപ്പായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓവറി പാർഷ്യലി എൻക്ലോസ്ഡ് ആണ്. അതായത് നമ്മൾ എപ്പിഗൈനിയിൽ പറയുമ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് എൻക്ലോസ് ചെയ്യും. എന്നാൽ ഇവിടെ ഒരു ഷാലോ കപ്പാണ്, ഒരു ചെറിയൊരു കപ്പാണ്. ആ കപ്പിൻ്റെ ഉള്ളിൽ പകുതി എന്താണ് ഗൈനീഷ്യം അതിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും, പാർഷ്യലായിട്ടായിരിക്കും എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്തായിരിക്കും, ആ ഒരു മാർജിൻ, തലാമസിൻ്റെ മാർജിൻ നിന്നായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഓവറി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഇൻഫീരിയർ ഹാഫ് സുപ്പീരിയർ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് ക്രോട്ടലേറിയ, സെസാൽപീനിയ ഒക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓവറി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ കപ്പിൻ്റെ ഉള്ളിൽ പകുതി എന്താണ് പാർഷ്യലായിട്ട് എൻക്ലോസ് ചെയ്തിട്ട് ഒരു ഷാലോ കപ്പ്. മറ്റേത് എന്താണ്, ഡീപ്പ് ഹോളോ കപ്പാണ്. ഇതെന്താണ്, ഷാലോ കപ്പ്, കുറച്ച് ആഴം കുറഞ്ഞ ഒരു ചെറിയൊരു കപ്പിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഓവറി എന്ന് പറയുന്നത് തലാമസിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാകും. ഹാഫ് ഇൻഫീരിയർ ഹാഫ് സുപ്പീരിയർ ആണ്, പാർഷ്യലി ആണ് ഇവിടെ എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള പാർട്സ് എന്ന് പറയുന്നത് ആ ഒരു തലാമസിൻ്റെ മാർജിനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അറൈസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് പെരിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നിൻ്റെയും ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എന്താണ്, ഓവറി എന്ന് പറയുന്നത് എന്താണ്, സുപ്പീരിയർ ആണ്, ഏറ്റവും മേലെ ഓവറിയാണ്. അതിൻ്റെ താഴെ നിന്ന് നമ്മുടെ ആൻഡ്രീഷ്യം ഉണ്ട്, അതുപോലെ നമ്മളെ പെറ്റലുണ്ട്, പിന്നെ സെപ്പലേറ്റും താഴെ നിന്ന് വരുന്നുണ്ട്. ഇനി അടുത്ത ഫ്ലവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമ്മുടെ ഓവറി എന്ന് പറയുന്നത് ഹാഫ് ഇൻഫീരിയറോ ഹാഫ് സുപ്പീരിയറോ ആയിട്ടാണ് കാണുന്നത്. ഒരു എന്താണ്, നമ്മുടെ തലാമസിൻ്റെ ഒരു മാർജിൻ നിന്നാണ് മാർജിൻ നിന്നാണ് മറ്റുള്ള ഫ്ലോറൽ ബോൾസ് അറൈസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് എപ്പിഗൈനിയാണ്. അതായത് ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും, ആ ഒരു കപ്പിൻ്റെ ഉള്ളിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, എൻക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഓവറി ഉണ്ടാവുക. ഇതിലെന്താണ്, പകുതി എൻക്ലോസ്ഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അത് എന്താണ്, ഹാഫ് ഇൻഫീരിയർ ആണ്, ഇത് കംപ്ലീറ്റ് ഇൻഫീരിയർ ആണ്. ഇതിൽ ഹാഫ് ഇൻഫീരിയർ ഹാഫ് സുപ്പീരിയർ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലവർ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഫാമിലി പഠിക്കുമ്പോൾ ചിലപ്പോൾ ഹൈപ്പോഗൈനസ് ഓവറി അങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഹൈപ്പോഗൈനസ് ഓവറി എന്ന് പറഞ്ഞാൽ ഇതാണ് സുപ്പീരിയർ, ഓവറി സുപ്പീരിയർ ആണ്. എപ്പിഗൈനസ് ഓവറി എന്ന് പറയുമ്പോൾ ഓവറി ഇൻഫീരിയർ ആണ്. പെരിഗൈനസ് ഓവറി എന്ന് പറയുമ്പോൾ ഹാഫ് സുപ്പീരിയർ ഹാഫ് ഇൻഫീരിയർ ഓവറി ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സിനെ പ്രധാനമായിട്ട് പറയുന്നത്. അതായത് നമ്മൾ ഓരോ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുമ്പോൾ അത് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് പറയുന്നത്. അപ്പോൾ അത്രയാണ് ഫ്ലവേഴ്സ് ഉള്ളത്, എപ്പിഗൈനസ്, പെരിഗൈനസ് ആൻഡ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ്. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ആ ഒരു ഫിഗറൊക്കെ ഓർത്ത് വയ്ക്കാം. എക്സാമിന് ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്, 2 മാർക്കിൻ്റെതിനൊക്കെ ചോദിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.